നമസ്കാരം, ഋഷിഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ക്ഷേത്രത്തിലെ പൂജാ പുഷ്പങ്ങളെ കുറിച്ച് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ പൂജിച്ച പുഷ്പങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അത് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവരാമോ, വീട്ടിൽ കൊണ്ടുവന്നാൽ അത് എങ്ങനെയൊക്കെ പരിപാലിക്കണം തുടങ്ങി നിരവധിയായിട്ടുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. നിരന്തരമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അതിനൊരു മറുപടി പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ സംശയങ്ങൾക്കുള്ള ദൂരീകരണം നടത്താം. അതോടൊപ്പം തന്നെ പൂജാ പുഷ്പങ്ങളെ കുറിച്ച് ഏകദേശം ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന എന്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പൂജാപുഷ്പങ്ങളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൂജാപുഷ്പങ്ങൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാമോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യം നമുക്ക് പൂജാപുഷ്പങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ക്ഷേത്രത്തിൽ പൂജിക്കുന്ന പുഷ്പങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പൂജയ്ക്ക് എടുക്കുന്ന പുഷ്പങ്ങൾ പൊതുവെ സുഗന്ധമുള്ളവയായിരിക്കണം എന്നുള്ള നിയമമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചില പുഷ്പങ്ങളുടെ ഗണത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് കൂവളത്തില, മുക്കുറ്റി തുടങ്ങിയ കാര്യങ്ങളും പൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പൂജാപുഷ്പമായി കണക്കാക്കുന്നത് താമരയാണ്. അതോടൊപ്പം തന്നെ ചെത്തി, മുക്കുറ്റി, മന്ദാരം, തുമ്പ, പിച്ചകം ഇവയെല്ലാം പൂജയ്ക്ക് വിശേഷപ്പെട്ട പുഷ്പങ്ങളാണ്. പനിനീർ പൂക്കൾ അഥവാ റോസാപ്പൂ പൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ശിവക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് കൂവളത്തില ഉപയോഗിക്കുന്നു. മുല്ലപ്പൂ സാധാരണയായി എല്ലാ ദേവതകൾക്കും ഉപയോഗിക്കാറുണ്ട്. ശിവഭഗവാൻ, മഹാവിഷ്ണു, ദേവി എന്നിവർക്കൊക്കെ പൂജാപുഷ്പമായിട്ട് മുല്ലപ്പൂ ഉപയോഗിക്കാറുണ്ട്. എന്നാലും ദേവീ ക്ഷേത്രങ്ങളിലാണ് അത് വിശേഷം. കൂടാതെ അതിവിശേഷമായിട്ട് ശ്രീരാമ ക്ഷേത്രങ്ങളിലും മുല്ലപ്പൂ എടുക്കാറുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ കറുക ഉപയോഗിക്കാറുണ്ട്. ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള മഞ്ഞപ്പൂക്കളാണ് സാധാരണ ഗണപതിക്ക് ചാർത്താറുള്ളത്. വെള്ളപ്പൂക്കൾ ശിവഭഗവാനും, ചുവന്ന പൂക്കൾ സൂര്യനും, അതോടൊപ്പം ഗണപതിക്കും, ദേവിക്കും, ഭൈരവനും ഒക്കെ വിശേഷപ്പെട്ടതാണ്. ശിവക്ഷേത്രത്തിൽ വിശേഷമായി ഉമ്മത്തിൻ പൂവ്, എരിക്കിൻ പൂവ് എന്നീ പുഷ്പങ്ങളും ഉപയോഗിക്കാറുണ്ട്. പവിഴമല്ലി എന്ന പുഷ്പം വിഷ്ണു ക്ഷേത്രത്തിലും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. പാരിജാതം എന്ന പുഷ്പം വിഷ്ണുവിനും വൈഷ്ണവ ദേവതകൾക്കും അതിവിശേഷമാണ്. വിഷ്ണു ഭഗവാനും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒക്കെ തുളസി അതിവിശേഷമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെമ്പരത്തി പൂവ് അതിവിശേഷമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളൊക്കെ തന്നെ അതിവിശേഷമായിട്ട് ഗുണഫലങ്ങൾ ഉള്ളവയാണ്. ആയുർവേദ വിധിപ്രകാരം വളരെയേറെ ഔഷധ മൂല്യങ്ങൾ ഉള്ളവയാണ്. വാടിയതോ ഒരിക്കൽ പൂജയ്ക്ക് എടുത്തതോ ആയിട്ടുള്ള പുഷ്പങ്ങളൊന്നും തന്നെ പിന്നീട് രണ്ടാമത് പൂജയ്ക്ക് എടുക്കാൻ പാടില്ല. വാടിയ പൂ ചൂടരുത് എന്നാണ്. ഒരിക്കൽ പൂജിച്ചെടുത്ത പൂ ചൂടാനും പാടില്ല എന്നും വിശേഷമുണ്ട്. എന്നാൽ തുളസിക്ക് മാത്രമാണ് അതിൽ നിന്നൊരു പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നത്. തുളസി പൂജയ്ക്ക് എടുത്തതാണെങ്കിൽ പോലും പിന്നീട് കഴുകി നമുക്ക് മറ്റു ഉപയോഗങ്ങൾക്ക് എടുക്കാമെന്നാണ്. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദത്തോടൊപ്പം പുഷ്പങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനവും കുങ്കുമവും മറ്റു പ്രസാദങ്ങളും അതോടൊപ്പം ലഭിക്കുന്ന പുഷ്പങ്ങളുമൊക്കെ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുപോകാമോ എന്നുള്ളതാണ് നിരവധിയായിട്ടുള്ള ആളുകളുടെ സംശയം. ഇത്തരത്തിൽ കിട്ടുന്ന പ്രസാദവും അതോടൊപ്പം ലഭിക്കുന്ന പുഷ്പങ്ങളും നമുക്ക് ഉറപ്പായിട്ടും ഗൃഹത്തിൽ കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ നമ്മുടെ ഗൃഹത്തിൽ വിഗ്രഹങ്ങളോ ഫോട്ടോയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ആ കുങ്കുമവും ചന്ദനവും ചാർത്താതിരിക്കുക, പുഷ്പങ്ങൾ അതിൽ ചാർത്താതിരിക്കുക. വിശേഷാൽ ഇത് കഴിവതും പൂജാമുറിയിൽ നിന്ന് മാറ്റി ഭക്തിയോടുകൂടി വെക്കുകയാണ് വേണ്ടത്. ക്ഷേത്രത്തിലെ പ്രസാദം നിർമാല്യം എന്നുള്ള ഗണത്തിൽപ്പെടുന്നതാണ്. നമ്മുടെ ഗൃഹത്തിൽ മറ്റേതെങ്കിലും സ്ഥാനത്ത് ഭദ്രമായിട്ട് അത് സൂക്ഷിക്കുക. അത് നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും ഒക്കെ നൽകുന്നതാണ്. വാടിയതിനു ശേഷം, അത് ഉപയോഗശൂന്യമായതിനു ശേഷം നമുക്ക് വൃത്തിയുള്ള സ്ഥലത്ത് അത് കൊണ്ടുപോയി നിക്ഷേപിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി ലഭിക്കുന്ന പുഷ്പങ്ങളും മറ്റു പ്രസാദങ്ങളും, ചന്ദനം, ഭസ്മം, കുങ്കുമം പോലെയുള്ള പ്രസാദങ്ങളും ഒക്കെ വീട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. എന്നാൽ പൂജാമുറിയിലോ വിഗ്രഹങ്ങളിലോ ചാർത്താതിരിക്കുക, പൂജയ്ക്കായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുക. ഗൃഹത്തിലെ മറ്റെവിടെയെങ്കിലും അത് ഭയഭക്തിയോടുകൂടി വെച്ചുകൊണ്ട് അതിന്റെ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിൽ വ്യാപിപ്പിക്കാവുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.